ഹായ്. അപ്പോൾ ദേ ഇന്നൊരു കുട്ടി സൺഡേ വ്ളോഗാണ് കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, ഞാനും ഫാമിലിക്കായിട്ട് നമുക്കൊന്ന് പുറത്തു പോകാം എന്ന് കരുതി. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ റെഡി ആവാൻ വേണ്ടി കുത്തിയിരിക്കണേന്ന്. അപ്പോൾ കുറേ നാളായി നമ്മൾ വ്ളോഗ് എടുത്തിട്ട്, അപ്പോൾ നമ്മൾ ഇന്നൊരു വ്ളോഗ് എടുക്കുകയാണ്. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് സ്റ്റൈൽ വിത്ത് ബേബി. ഫസ്റ്റ് തന്നെ കൺസീലർ ഇട്ട് കൊടുക്കുക. കുറേ നാളെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വ്ളോഗ് ചെയ്തിട്ട്, എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വ്ളോഗ് നമ്മുടെ വന്നേക്കണത് കൊടൈക്കനാലിലാണ്. അത് നമ്മൾ മാർച്ചിലാണ് പോയെന്ന് തോന്നുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 4 മാസത്തോളം നമ്മൾ വ്ളോഗ് ചെയ്തിട്ട്. ഇതൊരു തുടക്കമാവട്ടെ. നമ്മൾ ഇന്ന് ആക്ച്വലി എറണാകുളം വരെ പോകണം കേട്ടോ. എറണാകുളത്ത് ബ്രോഡ്വേയിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ബ്രോഡ്വേ പോകാമെന്ന് വെച്ചു. അപ്പം ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ഒരു കുട്ടി വ്ളോഗും കൂടെ എടുത്തേക്കാന്ന് വെച്ചതാണ്. അത്രേ ഉള്ളൂ, അല്ലാണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളായിട്ടൊന്നുമില്ല. ലിപ്സ്റ്റിക്ക് വന്നപ്പോൾ തന്നെ ലുക്ക് മാറി. വേറെ ഒന്നും നമ്മൾ മുഖത്ത് ചെയ്യുന്നില്ല. ഇതിപ്പോൾ വന്ന കൊറിയറാണ് കേട്ടോ. കുറച്ചധികം നാളെ ഞാൻ ഓർഡർ ചെയ്തിട്ട് വലിച്ച് കയറിപ്പടുത്തെടുക്കും. ആക്ച്വലി 2 സിബ് ഉണ്ടെന്നുള്ളൂ. ആക്ച്വലി ഒരു സ്പോട്ടിലോട്ടാണ്. എങ്കിൽ പിന്നെ വന്ന ബാഗ് ഇട്ടുകൊണ്ട് തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ഫൈനൽ ലുക്കൊക്കെ നോക്കിയതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി നേരെ കാർ പാർക്ക് ചെയ്തേക്കുന്ന സ്ഥലത്തോട്ട് ഞങ്ങൾ നടന്നു. അവിടെ ചെന്നിട്ട് കാർ എടുത്തിട്ട് നമ്മൾ നേരെ പോയത് ബ്രോഡ്വേയിലാണ്. ഫസ്റ്റ് ബ്രോഡ്വേ തന്നെ പോകാമെന്നായിരുന്നു പ്ലാൻ. അങ്ങനെ നേരെ ഞങ്ങൾ വെച്ച് പിടിച്ച് ബ്രോഡ്വേ ചെന്ന പടനെ ഫസ്റ്റ് നോക്കിയത് മമ്മിക്ക് ചെരുപ്പാണ്. മമ്മിക്ക് ചെരുപ്പ് വാങ്ങണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചെരുപ്പ് നോക്കാൻ വേണ്ടി ഫസ്റ്റ് ഒരു കടയിൽ നിന്ന് അത്യാവശ്യം ചെരുപ്പുകളൊക്കെ മമ്മി ട്രൈ ചെയ്ത് നോക്കിയിട്ട് മമ്മിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞ് നേരെ ഞാൻ പോയത് എനിക്കൊരു ബെഡ്ഷീറ്റ് വേണമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ബെഡ്ഷീറ്റ് എടുക്കാൻ, അപ്പോൾ ഞാൻ ഫസ്റ്റ് എടുത്ത് വെച്ചേക്കുന്ന ബെഡ്ഷീറ്റാണ്, ആ യെല്ലോ ബെഡ്ഷീറ്റ്. ആ സെയിം സാധനം തന്നെ ഞാൻ ലാസ്റ്റ് അതുമെന്ന് ഉറപ്പിച്ചു. അങ്ങനെ അതെടുത്തു. അതിനെന്തോ 635 രൂപയാണ് കേട്ടോ ആയത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പൊന്നോ, ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം മറ്റേ വഴിയോര കച്ചവടം എന്ന് പറയില്ല, അങ്ങനെ ഒരുപാട് പേര് വഴിയിലിട്ട് സാധനങ്ങൾ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ നോക്കി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പപ്പയ്ക്ക് കുട വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പപ്പ കുട മേടിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാനീ മൊത്തം നോക്കണം. ഫുള്ള് നമ്മുടെ ബ്രോഡ്വേ നിറയെ ഹിന്ദിക്കാരാണ്. ഫുള്ള് ഹിന്ദിക്കാർ. നമ്മൾ ആരെങ്കിലും തട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ഫുള്ള് ഹിന്ദി ആയിരിക്കും. അത് കഴിഞ്ഞ് നേരെ നമ്മൾ വീണ്ടും മമ്മിക്ക് ചെരുപ്പ് വെക്കാൻ വേണ്ടി ഒരു കടയിൽ കയറിയിട്ടാ. അവിടെ ചെന്നിട്ട് മമ്മി കുറേ ചെരുപ്പൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടും മമ്മിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കയറിയത് കൃഷ്ണ സിൽസിലോട്ടാണ് കേട്ടോ. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. എന്തോ ഓഫറൊക്കെ ഉണ്ടെന്ന് മമ്മി പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കയറിയതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് മമ്മി ബെഡ്ഷീറ്റും പില്ലോ കവറും അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചു. പപ്പ പിന്നെ ഒരു ഷർട്ടിന് ഒരു മെറ്റീരിയൽ എടുത്തു. ഞാനും ഇച്ചായനും അവിടെ നിന്നൊന്നും മേടിച്ചില്ല. എനിക്ക് അവിടെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമുക്ക് ഭഗവതി പോകാമെന്നും പറഞ്ഞിട്ട് ഇറങ്ങിയത്. അപ്പോഴാണ് 200 രൂപയുടെ ടോപ്പ് കണ്ടത്. പക്ഷേ ഞാൻ ഒന്നും മേടിച്ചൊന്നുമില്ല. എല്ലാത്തിലും പല പല കളേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഭഗവതിയിലെത്തി. ഭഗവതി ചെന്ന് കഴിഞ്ഞിട്ട് മമ്മിക്ക് ചുരിദാർ മെറ്റീരിയൽ, അവിടെ നിന്ന് മമ്മിക്ക് വേണ്ട ചുരിദാർ മെറ്റീരിയലും പിന്നെ കുറച്ച് എനിക്ക് വേണ്ട മെറ്റീരിയൽ സാധനങ്ങളൊക്കെ എടുത്ത് നേരെ പപ്പക്കും മമ്മിക്കും ചായ കുടിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ചായ കുടിക്കാൻ വേണ്ടി കയറി കേട്ടോ. കാരണം അവർ വൈകുന്നേരം ചായ കുടിച്ച് ശീലിച്ചേക്കുന്ന ആൾക്കാരാണ്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോയത് കല്ലൂർ കോട്ടൺ ഫാബ് എക്സ്പോ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ നേരെ ഞങ്ങൾ അങ്ങോട്ട് പോയി. ചെന്ന പടനെ ഒത്തിരി ചെടികളും പിന്നെ അതേപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സാധനമായിട്ടുള്ള സെറാമിക്കിൻ്റെ കുറേ പോട്ടും കാര്യങ്ങളും ഗ്ലാസ് എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ കയറി കുറേ നോക്കി, പക്ഷേ എല്ലാത്തിനും ഭയങ്കര വിലയാണ് അവിടെ. അത് കഴിഞ്ഞ് നമ്മൾ എക്സ്പോൻ്റെ അകത്തോട്ട് കയറി കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വിലയുണ്ട് അവിടെ. നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറമാണ് അവിടുത്തെ വില. ഒരു സാധാരണ സാധനത്തിന് പോലും 500-600 മേളിലാണ് അവർ ചെറിയൊരു സാധനത്തിൻ്റെ വില പോലും പറയണം. ഞാൻ പിന്നെ ഈ കാണുന്ന ചവിട്ടിയൊക്കെ ചോദിച്ചിട്ട് പോലും അതിന് 600-700 എങ്ങാണ്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ എടുത്ത് കുറേ നേരം ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ മെയിൻ സാധനമായിട്ടുള്ള ബുക്ക് മേടിക്കാനാണ് കേട്ടോ ഞാൻ കയറിയത്. അങ്ങനെ ഞാനൊരു പുതിയ ബുക്ക് മേടിച്ചു, 2 ജാനേമൻ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കുറേ ബുക്ക് നോക്കിയിട്ടും പക്ഷേ ഞാൻ ഒരെണ്ണം എടുത്തുള്ളൂ. എനിക്കൊരു ബുക്കും കൂടെ വാങ്ങണമെന്നുണ്ടായിരുന്നു. പിന്നെ വാങ്ങാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ മമ്മി ഈ മുളയുടെ പുട്ടുകുറ്റിയൊക്കെ കണ്ടിട്ട് അവിടെ നോക്കണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പപ്പയ്ക്ക് ഈ മസാജ് ചെയ്യണ സാധനം ഇഷ്ടപ്പെട്ടിട്ട് അവിടെ ഇരുന്ന് മസാജൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഒരു സാരി നോക്കിയായിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പക്ഷേ ആ സാരിയുടെ പ്രൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു 4000 വരും. അത്രയും പ്രൈസിന് ഞാൻ ആ സാരി മേടിക്കില്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ ആ സാരി എടുത്തില്ല. പിന്നെ അത്യാവശ്യം കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കൂടുതൽ ഐറ്റംസ് ഉണ്ടായി ഈ പ്രാവശ്യം.
പക്ഷേ ഞാൻ അങ്ങനെ അധികം ഒന്നും മേടിച്ചിട്ടില്ല. ഞാൻ കുറച്ച് സാധനങ്ങളെ വാങ്ങിച്ചുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ വെയ്റ്റും ഹൈറ്റും കാര്യങ്ങളൊക്കെ ബോഡി ഫാറ്റൊക്കെ നോക്കണത് കയറി നോക്കിയായിരുന്നു. അതുമേ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ബോഡിയുടെ ഏജ് കാണിക്കണത് 23 ആണെന്ന്. ഈ 26 ഉള്ള എൻ്റെ ബോഡിയുടെ ഏജ് കാണിക്കുന്നത് 23 ആണെന്നും പറഞ്ഞിട്ട് അവരെന്നെ കളിയാക്കുകയായിരുന്നു അവിടെ ഇരുന്ന്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അത്ര ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫോൺ ഓഫായി പോയി. അത് കഴിഞ്ഞ് എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല.